വയനാട്ടിലെ ആ വലിയ പ്രതിഷേധത്തിലായിരുന്നു നമ്മൾ ഇത്രയും നേരം. ആളെ കൊല്ലി കടുവയെ കൊന്നുകളയണം, വെടിവെക്കണം എന്നുള്ള വലിയൊരു ആവശ്യമാണ് ജനങ്ങൾ ഉന്നയിച്ചത്. വനമന്ത്രി രാധയുടെ വീട് സന്ദർശിച്ചു. അവിടെ അവർക്ക് കൃത്യമായ ഒരു ഉറപ്പ് കൊടുത്തു. ആ ഉറപ്പിൽ ജനങ്ങൾ സംതൃപ്തരുമാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഇനി അവർ ഫോളോ അപ്പ് ചെയ്യും എന്നുള്ളതും പറയുന്നുണ്ട്. ഇന്നലെയും ഇന്നുമൊക്കെ ഈ ദിവസം മുഴുവൻ നമ്മൾ പൂർണ്ണമായും വയനാട്ടിൽ നിന്നുള്ള ഈ പ്രതിഷേധം, അവിടെ നിന്നുള്ള വിവരങ്ങളൊക്കെയാണ് പ്രേക്ഷകരുമായി പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ നമ്മൾ അവിടെ ആദ്യം കടുവയെ കാണുന്നു, അല്ലെങ്കിൽ കടുവയെ കണ്ടു എന്നുള്ള വാർത്ത വരുന്നു. പിന്നീട് കടുവ ഒരു RRT ഉദ്യോഗസ്ഥനെ ആക്രമിക്കുന്നു. അതിന് പിന്നാലെയാണ് വനമന്ത്രി എത്തുന്നത്. വലിയ പ്രതിഷേധം അവിടെ ഉണ്ടാവുകയും പ്രതിഷേധങ്ങൾക്ക് നമ്മൾ സാക്ഷ്യം വഹിക്കുകയും ചെയ്തു. പിന്നീട് മന്ത്രി അവിടെ കൂടിക്കാഴ്ച നടത്തുന്നു, രാധയുടെ കുടുംബാംഗങ്ങളെ കാണുന്നു. അതിനുശേഷം ഈ പ്രത്യേക പ്രതിനിധികൾ യോഗം ചേരുന്നു. അതിന് പിന്നാലെയാണ് കടുവയെ എന്തായാലും വെടിവെച്ച് കൊല്ലുമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. അത് എന്തായാലും ഇനി ബാക്കി എന്ത് സംഭവിച്ചാലും അത് കോടതിയിൽ കാണാമെന്നുള്ള കാര്യവും വനമന്ത്രി AK ശശീന്ദ്രൻ പറയുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. രാധ എന്ന ഒരു ആദിവാസി സ്ത്രീ കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. അത് സ്വാഭാവികമായും നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ഉത്കണ്ഠയുണ്ടാക്കും, പ്രതിഷേധമുണ്ടാകും. ഞാൻ ഈ സമരത്തെ അപലപിച്ചു എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത കൊടുക്കുകയുണ്ടായത് ദൗർഭാഗ്യകരമായി. ഈ സമരത്തെ എന്നെല്ലാം മാധ്യമ സുഹൃത്തുക്കളെ എല്ലാം അറിയാലോ. ഞാൻ ഇന്നേ വരെ ഒരു സമരത്തെ, പ്രതിഷേധ സമരത്തെ, ഈ സമരം എന്നല്ല, ഏത് കാര്യത്തിലുമുള്ള പ്രതിഷേധ സമരത്തെ ഞാൻ തള്ളിപ്പറയില്ല. അത് അവരുടെ അവകാശമാണ് എന്ന നിലപാടിൽ ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ അതിലൊരു ശങ്കയും നിങ്ങൾക്ക് വേണ്ട. അങ്ങനെ ഞാൻ പറയില്ല. വനം വകുപ്പുമായും ഡിപ്പാർട്ട്മെൻറ്റുമായും ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥന്മാരെ ഇവിടെ വിളിച്ചു വരുത്തി. ഞാനിവിടെ വെറുതെ വന്ന് ഇവിടുത്തെ DFOനെ കണ്ടിട്ട് കാര്യമില്ല. ഞാൻ വരുമ്പോൾ പരിഹാരം ഉണ്ടാക്കാൻ പറ്റിയ വിധത്തിലുള്ള ചർച്ച നടത്തണം. മന്ത്രിയുടെ പ്രതികരണമാണ് കേൾക്കുന്നത്. മന്ത്രി പറഞ്ഞത്, മന്ത്രി അവിടെ വരാത്തതിലൊക്കെയുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു, ഞാനിവിടെ വന്നിട്ട് എന്താണെന്നൊക്കെയാണ് മന്ത്രി ചോദിക്കുന്നത്. പക്ഷേ മന്ത്രി അവിടെ എത്തേണ്ടതായിരുന്നു എന്നതിൽ സംശയമൊന്നുമില്ല. എന്തായാലും ഇപ്പോൾ ജനങ്ങൾ തൃപ്തരായിരിക്കുന്നു. മന്ത്രി പറഞ്ഞതിനോട് അതിൽ അവർ പൂർണ്ണ സംതൃപ്തി അറിയിക്കുകയാണ്. അവരാവശ്യപ്പെട്ട കാര്യങ്ങളൊക്കെയും അനുകൂലമായിട്ടുള്ള ഒരു പ്രതികരണം മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉറപ്പുണ്ടായിരിക്കുന്നു. മന്ത്രി മറ്റൊരു കാര്യം പറഞ്ഞത്, ഞാനിങ്ങനെ വന്ന് പറഞ്ഞു പോയിട്ട് കാര്യമില്ലല്ലോ, വീണ്ടും 29-ാം തീയതി ഞാൻ വരും, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്ന് ഞാൻ പരിശോധിക്കും, അല്ലെങ്കിൽ ഞാൻ വീഡിയോ കോൺഫറൻസിലൂടെയെങ്കിലും ഈ കാര്യങ്ങളൊക്കെ വിലയിരുത്തുമെന്നാണ് വനമന്ത്രി പറഞ്ഞത്. ജനങ്ങളുടെ രോഷം അത് തികച്ചും ന്യായമാണ്. മന്ത്രി ഇപ്പോൾ പറഞ്ഞത് നമ്മൾ കേട്ടു. ജനരോഷത്തെ, അതായത് ജനങ്ങളുടെ പ്രതിഷേധത്തെ ഒന്നും വകവയ്ക്കാതിരിക്കില്ല, അത് അവരുടെ അവകാശമാണ് എന്നുള്ളത്. തീർച്ചയായിട്ടും നമുക്കറിയാം, വയനാട്ടിലെ പഞ്ചാരക്കൊല്ലി എന്നുള്ള പ്രദേശത്തെ ജനങ്ങളുടെ ഭീതി, അവരുടെ ആശങ്ക അത്രമാത്രം വലുതാണ്. ഓരോ ദിവസവും ഇങ്ങനെ വന്യജീവി ആക്രമണങ്ങൾ തുടർക്കഥയാകുമ്പോൾ അവർ എങ്ങനെ ജീവിക്കും? അതിന് കൃത്യമായ പരിഹാരം, കൃത്യമായ തീരുമാനം അധികൃതർ, ബന്ധപ്പെട്ട ആളുകൾ തന്നെയാണ് അവർക്ക് കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് മന്ത്രി ഇന്ന് എത്തുമ്പോൾ അവർ ഒരു ഉറപ്പ് കൊടുക്കണം. അതില്ല എങ്കിൽ ഇനി പ്രതിഷേധം ശക്തമാക്കുമെന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നത്. ഈ കടുവ എല്ലാരെയും പിടിക്കും. കടുവ പാർട്ടിയിൽ നോക്കിയല്ല കടുവ പിടിക്കും. എന്തുകൊണ്ട് ഇവർ മാറി നിൽക്കുന്നേ? ഞങ്ങളെ തട്ടി മാറ്റാണ്. ആബാലവൃദ്ധം ജനങ്ങളും ഒരുപോലെ പ്രതിഷേധത്തിനായി ഇറങ്ങുന്ന കാഴ്ച തീർത്തും അടിസ്ഥാന പ്രശ്നമാണ് അവർ ഉന്നയിക്കുന്നത്. അവരുടെ ആവശ്യങ്ങൾ അത് നിറവേറ്റപ്പെടുന്നത് തന്നെയാണ്. എന്തായാലും വനമന്ത്രി വന്ന് തിരികെ പോയിരിക്കുന്നു. തിരികെ അദ്ദേഹത്തിന് സമാധാനത്തോടെ ശാന്തമായിട്ടുള്ള അന്തരീക്ഷത്തിൽ തിരികെ പോകാനും സാധിച്ചിട്ടുണ്ട്. കമൽ വിവരങ്ങൾ നൽകാനായിട്ടുണ്ട്. കമൽ, കുറെ ഉറപ്പുകൾ നൽകിയിട്ടുണ്ട് മന്ത്രി. ഞാനിവിടെ വന്ന് നിന്നിട്ട് കാര്യമില്ലല്ലോ, എല്ലാം ചെയ്യേണ്ടതല്ലേ ആവശ്യമെന്നൊക്കെ മന്ത്രി പറയുകയും ചെയ്യുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം ബ്രീഫ് ചെയ്തത്? അദ്ദേഹം പ്രധാനമായും പറഞ്ഞത് ഈ കടുവയെ വെടിവെച്ച് കൊല്ലും എന്നുള്ള കാര്യമാണ്. അതിന് വേണമെങ്കിൽ ദുരന്ത നിവാരണ നിയമമടക്കം DDMA ആക്ട് അടക്കം അനുസരിച്ച് മനുഷ്യജീവന് ഭീഷണിയായെന്ന നിലയിൽ വെടിവെച്ച് കൊല്ലാൻ കഴിയുമെന്ന് അദ്ദേഹത്തിന് ഉപദേശം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഞാനത് ആവർത്തിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് വേണ്ടിവരില്ല. ഒരുപക്ഷെ വൈൽഡ് ലൈഫ് ആക്ടിലെ മനുഷ്യജീവന് ഭീഷണിയാകുന്ന ഡേഞ്ചറസ് ടു ഹ്യൂമൻ ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി എന്ന സെക്ഷൻ ഇത് ഉപയോഗിച്ച് തന്നെ, അങ്ങനെ ഒരു ക്ലോസ് ഉണ്ട്, അത് ഉപയോഗിച്ച് തന്നെ കടുവയെ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിടാം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. മറ്റൊന്ന്, അദ്ദേഹം നിയമന ഉത്തരവ് കൈമാറി കഴിഞ്ഞു ഈ ബന്ധുവിന്, അത് അദ്ദേഹം പറഞ്ഞു. അതുകൂടാതെ അദ്ദേഹം പറഞ്ഞത് ഇന്നത്തെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട മന്ത്രിയെ ഏതാണ്ട് കുറേ സമയം 35 മിനിറ്റ് എടുത്തു അദ്ദേഹം ഈ വീട്ടിലേക്ക് എത്താൻ. അതിൻ്റെ തൊട്ടപ്പുറത്ത് നിന്ന് അത്രയും വലിയ പ്രതിഷേധമാണ് ഉണ്ടായത്. അതിൽ ഒരു കേസും ഉണ്ടാകില്ല എന്ന ചർച്ചയിൽ തീരുമാനമായി എന്ന് അദ്ദേഹം
ആളുകൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ തുടർ നടപടികൾ കടുവയെ വെടിവെച്ച് കൊല്ലുന്നതുവരെ ഈ കാര്യം തീരുമാനമാകുന്നത് വരെ അദ്ദേഹം ഇത് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. ആവശ്യമെങ്കിൽ 29-ാം തീയതി വീണ്ടും വരും, അല്ലെങ്കിൽ വീഡിയോ കോൺഫറൻസ് വഴി ഉദ്യോഗസ്ഥരുമായി കാര്യങ്ങൾ ചർച്ച ചെയ്യും. ഞാൻ വെറുതെ ഇവിടെ വന്നിട്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ട് കൽപ്പറ്റയിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നു, അതിനുശേഷം ചില തീരുമാനങ്ങൾ എടുത്താണ് വന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു എന്തായാലും ഈ സാഹചര്യത്തിൽ ഇവിടുത്തെ ഈ പഞ്ചാരക്കൊല്ലിയിൽ ആളെ മനുഷ്യജീവന് ഭീഷണിയായ കടുവയെ വെടിവെച്ച് കൊല്ലുക തന്നെ വേണം, അത് ഏത് നിയമം ഉപയോഗിച്ചായാലും അങ്ങനെ ചെയ്യണമെന്ന മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതനുസരിച്ചാണ് തീരുമാനമുണ്ടായത്. അദ്ദേഹം ഇവിടെ ഗസ്റ്റ് ഹൗസിൽ ജനങ്ങളുടെ പ്രതിനിധികളുമായി സംസാരിക്കുന്നതോടൊപ്പം തന്നെ ഡോക്ടർ അരുൺ സക്രിയ ഉൾപ്പെടെയുള്ള ദൗത്യ സംഘത്തിലെ ആളുകളുമായി അദ്ദേഹം സംസാരിച്ചു. നോർത്ത് വയനാട് DFO ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. അവരുടെയൊക്കെ സാന്നിധ്യത്തിലാണ് അദ്ദേഹം ജനങ്ങൾക്ക് ഈ ഉറപ്പ് നൽകിയത്. മറ്റൊന്ന്, ഇവിടെ തൊഴിലാളികൾക്ക് തൊഴിൽ ചെയ്യാൻ എന്തായാലും ഈ കടുവയെ പിടികൂടുന്നത് വരെ ഈ ലോക്ക്ഡൗൺ, എസ്റ്റേറ്റിന്റെ ലോക്ക്ഡൗൺ മുന്നോട്ട് പോകട്ടെ എന്ന തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത്. അത്തരത്തിലുള്ള തീരുമാനങ്ങൾ, ഒരു 4 തീരുമാനങ്ങളാണ് പ്രധാനമായും ഈ യോഗത്തിൽ എടുത്തത്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മന്ത്രി വിശദീകരിച്ചത്. അദ്ദേഹം പറഞ്ഞത് ജനാധിപത്യ രീതിയിലുള്ള പ്രതിഷേധത്തെ ഞാൻ അംഗീകരിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് അതുപോലെ കാടിനകത്ത് വെച്ചാണ് രാധ കൊല്ലപ്പെട്ടത് എന്ന തുടക്കത്തിലുള്ള ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു മാധ്യമത്തിൽ ലൈവായി സംസാരിക്കുമ്പോൾ, ഈ വിവരങ്ങൾ മുഴുവൻ ലഭ്യമാകുന്നതിന് മുൻപ് സംസാരിക്കുമ്പോൾ അങ്ങനെ പറഞ്ഞു പോയതാണ്. അങ്ങനെയല്ല, വനത്തിന് പുറത്തു വെച്ചാണ് കടുവ രാധയെ ആക്രമിച്ചതെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതനുസരിച്ചുള്ള നടപടികളാണ് ഉണ്ടാവുക. അതായത് മനുഷ്യജീവന് ഭീഷണി എന്ന നിലയിൽ കടുവയെ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവുണ്ടാകും എന്ന് തന്നെയാണ്, അതാണ് പ്രധാനമായും വനം മന്ത്രി AK ശശീന്ദ്രൻ ഉറപ്പു നൽകിയത്.